എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നെന്താ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോട്ടിൽ വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ബോട്ടിലാണ് വേണ്ടത്. നമുക്ക് വേറെ കളർ ബോട്ടിലും എടുക്കാം, പക്ഷെ ഞാൻ ഇതായിട്ട് എടുക്കുന്നേ. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറേ നല്ല വീതിയിൽ ഒരു പീസ് എടുക്കണം. അപ്പോൾ നമുക്ക് എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ആവശ്യമില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു നല്ല വീതിയുള്ളൊരു പീസ് എടുക്കണം. അപ്പം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ നല്ല വീതി നോക്കിയൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്രിക എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഇതുപോലെ കുഞ്ഞു പീസായിട്ട് ഇത് ഫുള്ളും ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കണ്ടോ കട്ട് ചെയ്തിട്ടുണ്ട്, ഫുള്ളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കി ഫുള്ളും ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. നമ്മളത് അതിങ്ങനെ ചുരുട്ടേണ്ട ആ ഇങ്ങനെ ഇതളുകളില്ലേ, ഈ ഇതളുകൾ അത് നമ്മളൊന്ന് തീയിൽ ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ വിടർന്ന് നിൽക്കണ പോലെ വരും. ഒരു ഇതളുടെ ഷേപ്പായിട്ട് വരും. അതാണ് നമ്മൾ അങ്ങനെ കാണിക്കുകയാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ചിലപ്പം തീ അത് കയ്യിലൊക്കെ ആവും. അപ്പം ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ലൊരു ഇതള പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റെം വയ്ക്കണം. സ്റ്റെം എങ്ങനെ വയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കണം. നമുക്ക് കളർ പേപ്പർ ആയാലും കുഴപ്പമില്ല, എങ്ങനത്തെ പേപ്പർ ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്കിതിവിടെ ഇങ്ങനെ ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടി കണ്ടോ, എൻഡാകുമ്പോഴത്തേക്ക് നമ്മൾ പശ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റെം വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഉരുക്കുമ്പോൾ എന്താ ചെറുതായിട്ട് കരിഞ്ഞൊക്കെ പോകും, നമുക്ക് കട്ട് ചെയ്താൽ ശരിയാകും. പിന്നെ ഇത് കുറച്ചുകൂടി നമുക്ക് വൃത്തിയൊക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ ഇതിപ്പം ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിവിടെ ഉരുക്കുമ്പം തീ ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ എന്താ കത്രികയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കൈയൊക്കെ മുറിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ കുപ്പിയില്ലേ, കുപ്പിയുടെ ഈ ഗ്രീൻ കളർ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അതുപോലെ തന്നെ ഈ പേപ്പറില്ലേ, അത് നമുക്ക് കളർ പേപ്പർ എടുക്കാം, എന്തുവല്ല ആക്കാം. പക്ഷേ ഞാനെടുത്തത് ഇങ്ങനെയാണ്, എനിക്ക് ഇതേ ഉള്ളൂ കയ്യിൽ. അത് കാരണം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അപ്പം എല്ലാവർക്കും